കല്യാണം കഴിഞ്ഞ് വർഷം 6 ആയില്ലേ? ഇനിയും പെറാൻ പറ്റിയില്ലേ? പിന്നെ നീ അവളെ അങ്ങ് ഒഴിവാക്ക്. അല്ലാണ്ടിപ്പോൾ ഞാനെന്ത് പറയാനാ? ഈ കുടുംബത്തിൽ ഒരു അനന്തരാവകാശം വേണം, എനിക്കത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ഇവൾ തന്നെ പെറണമെന്നൊന്നുമില്ല. നീ വേറൊന്നിനെ കെട്ടി അവൾ പെറ്റാലും മതി. അമ്മയൊന്ന് അടങ്ങുന്നുണ്ടോ? വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ. മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇച്ചിരി സ്വസ്ഥത താ. ശാരദയും വിഷ്ണുവും തമ്മിലുള്ള സംഭാഷണം അകത്തെ മുറിയിലിരുന്ന് കേൾക്കവേ ഇന്ദുവിൻ്റെ ഉള്ളം വിങ്ങി. ഓ, ഇപ്പോൾ ഞാനാണല്ലോ നിനക്ക് സ്വസ്ഥത തരാത്തത്. എൻ്റെ ദണ്ണം ഞാൻ ആരോട് പറയാൻ? ഒരു പേരക്കുട്ടിയെ കൊഞ്ചിക്കാൻ എനിക്കോ ആഗ്രഹമില്ലേ? നിന്റെ കെട്ടിയോള്, ആ കെട്ടിലമ്മ ഉണ്ടല്ലോ, അവൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ ഇരിക്കും. നാട്ടുകാരുടെ ഓരോരോ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് മടുത്തു ഞാൻ. ഓ, ഈ അമ്മയെക്കൊണ്ട് തോറ്റു. ശാരദയുടെ കുത്തുവാക്കുകൾക്ക് അവസാനമില്ലാതെ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ മുറിയിലേക്ക് ചെന്നു വിഷ്ണു. അവിടെ കരഞ്ഞു കലങ്ങിയ മിഴികളുമായിരിക്കുന്ന ഇന്ദുവിൻ്റെ മുഖം കൂടി കാണുകെ അവൻ ഏറെ അസ്വസ്ഥനായി. ആ, ഇനി നീ കൂടി കരഞ്ഞു വിളിച്ചിരിക്കെ, അല്ലേലേ മനുഷ്യന് സ്വൈര്യമില്ല. അതിനിടയ്ക്കാ നിന്റെ മോങ്ങൽ കൂടി. ഇതെന്ത് ജീവിതമാണോ എന്തോ, സ്വസ്ഥത എന്നൊന്നില്ല എനിക്ക്. നിരാശയിൽ അവൻ ബെഡിലിരിക്കവേ പതിയെ എഴുന്നേറ്റു ഇന്ദു. ഞാൻ ഏട്ടനിപ്പോൾ സ്വസ്ഥതക്കേടായോ? എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞല്ലേ നിങ്ങളെന്നെ വിവാഹം ചെയ്തത്? കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് ഏറെ കുറവാണ് എന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം ഞാൻ പറഞ്ഞതല്ലേ. എനിക്കിത് ജന്മനാ ഉള്ള പ്രശ്നമാണ്. എന്നിട്ടും അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിവാഹം ചെയ്തു. എന്നിട്ടിപ്പോൾ എന്തെല്ലാം കുത്തുവാക്കുകളാണ് ഓരോ ദിവസവും ഞാൻ കേൾക്കേണ്ടി വരുന്നത്. അമ്മയാണേൽ ചിലപ്പോൾ നല്ല സ്നേഹമാകും, ചില സമയങ്ങളിൽ വെറുപ്പും. ഇപ്പോൾ നിങ്ങൾക്കും എന്നെ മടുത്തു തുടങ്ങിയോ? എങ്കിലെന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോളൂ. സങ്കടം സഹിക്കുവാൻ കഴിയാതെ അവൾ വിങ്ങിപ്പൊട്ടവേ അല്പനേരം മറുപടിയില്ലാതെ നോക്കിയിരുന്നു വിഷ്ണു. അവൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉടലെടുത്തിരുന്നു. പറഞ്ഞുപോയ വാക്കുകൾ തിരികെ എടുക്കുവാൻ കഴിയില്ലല്ലോ. പതിയെ എഴുന്നേറ്റ് ഇന്ദുവിൻ്റെ മുന്നിലേക്ക് ചെന്ന് അവളുടെ വാടിത്തളർന്ന മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു അവൻ. പോട്ടെടോ പൊന്നെ, എന്നോടൊന്ന് ക്ഷമിക്കതാൻ. അമ്മയുടെ കുത്തുവാക്കുകൾ സഹിക്കാതെ വരുമ്പോൾ അറിയാതെ ഓരോന്ന് പറഞ്ഞു പോണതാ ഞാൻ. ഇനി ആവർത്തിക്കില്ല, സത്യം. ഇന്ദുവിൻ്റെ നിറമിഴികൾ പെരുവിരലിനാൽ തുടച്ച് വിഷ്ണു ശേഷം അവളെ തൻ്റെ മാറോട് ചേർത്തു. അല്പസമയം അങ്ങനെ നിൽക്കവേ ഷർട്ടിൽ ചുടുകണ്ണുനീർ പടരുന്നത് തിരിച്ചറിഞ്ഞു അവൻ. ഈ കരച്ചിലൊന്ന് നിർത്തി ഇന്ദു. അമ്മയുടെ വായടപ്പിക്കുവാൻ കഴിയില്ല നമുക്ക്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ കാര്യമാക്കേണ്ട. അത് കേട്ട് പതിയെ തലയുയർത്തി ഇന്ദു. ഏട്ടനറിയോ, അമ്മ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ അധികം വീടിന് പുറത്തിറങ്ങാറില്ല ഞാൻ. ഓരോരുത്തരുടെ കുത്തിക്കുത്തിയുള്ള ചോദ്യങ്ങൾ അമ്മയ്ക്ക് അത്രത്തോളം അസഹനീയമായെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ. ഞാൻ എത്രത്തോളം സഹിക്കുന്നുണ്ടാകും. ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കുവാൻ ഏറെ ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ ഭഗവാൻ ആ ഭാഗ്യം എനിക്ക് തന്നില്ല. ഒക്കെയും കേട്ട് എന്ത് പറഞ്ഞവളെ ആശ്വസിപ്പിക്കും എന്നറിയാതെ കുഴഞ്ഞു വിഷ്ണു. തൻ്റെ വിഷമം ആരോട് പറയാൻ? സത്യമാണ്, അന്നത്തെ ഒരാവേശത്തിൽ തോന്നിയ ഇഷ്ടത്തിൽ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. പക്ഷേ സ്വന്തം ചോരയിലൊരു കുഞ്ഞ് എന്ന ആഗ്രഹം അവനെയും വല്ലാതെ കീഴടക്കി തുടങ്ങിയിരുന്നു. മാത്രമല്ല, വർഷങ്ങളായുള്ള ചികിത്സാ ചെലവ് അവന് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് എത്തിയിരുന്നു. അല്പസമയം ആ നിൽപ്പ് തുടരവേ മനസ്സിലൊരു തീരുമാനം എടുത്തു വിഷ്ണു. ഇന്ദുവിൻ്റെ ചുമലിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിയ അവൻ. ഇന്ദു, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇതെങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല. മനസ്സിൽ തോന്നിയത് പറയാതിരിക്കുവാനും കഴിയില്ല. വാക്കുകളിൽ ഔപചാരികത ഏറവേ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ദു. അത് കണ്ടിട്ട് പതിയെ തുടർന്നു വിഷ്ണു. ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ കുറേ ചികിത്സ നടത്തി, പക്ഷേ പരിഹാരം ഉണ്ടായില്ല. തനിക്ക് ഒരമ്മയാക്കാനുള്ള സാധ്യത 10% മാത്രമാണ് എന്നല്ലേ അവസാനം ഡോക്ടർ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ഇനിയും ഈ ചികിത്സ തുടരേണ്ടതുണ്ടോ? ആ ചോദ്യത്തിലൂടെ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് പൂർണ്ണമായും വ്യക്തമായില്ല ഇന്ദുവിന്. സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദുവിൻ്റെ നെറുകയിൽ പതിയെ തലോടി വിഷ്ണു. ഈ വീട്ടിലൊരു കുഞ്ഞു വേണം. നിനക്കാണേൽ അതിന് കഴിയില്ല. അപ്പോൾ പിന്നെ അതിനായി ഒരു വിവാഹം കൂടി കഴിക്കണമെങ്കിൽ അതും ആയിക്കോ എന്നാണ് അമ്മ പറയുന്നത്. ആ കേട്ടത് ഇന്ദുവിന് വലിയ നടുക്കമായിരുന്നു. വിഷ്ണുവിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ. എന്നാൽ ആ പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്ന് തന്നെ വേഗത്തിൽ മനസ്സിലാക്കിയ അവൾ ഉള്ളിൽ നിന്നും ഇരച്ചു കയറിയ വിങ്ങൽ അടക്കിപ്പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദു. അതിനെന്താ ഏട്ടാ, അതേ പോംവഴിയുള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഞാനൊന്നിനും തടസ്സമാവില്ല. ഏട്ടൻ്റെ സന്തോഷം അതാണ് എനിക്ക് വലുത്. പക്ഷേ ആ ഒരു കാഴ്ച കാണുവാനുള്ള മനക്കട്ടി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം. എനിക്ക് ഏട്ടനുമായുള്ള ഓർമ്മകൾ മാത്രം മതി ഇനിയുള്ള കാലം ജീവിക്കുവാൻ. വാക്കുകൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയായിരുന്നു അവൾ. എത്ര തടുത്തു നിർത്തിയിട്ടും അവളുടെ ഉള്ളിലെ നൊമ്പരം അണപൊട്ടി ഒഴുകിപ്പോയി. എടോ പൊട്ടിപ്പെണ്ണേ, അങ്ങനെ തന്നെ കളഞ്ഞേച്ച് ഞാൻ വേറൊരു പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? എങ്ങനെയാണോ എന്നെ നീ മനസ്സിലാക്കിയിട്ടുള്ളത്?
വിഷ്ണുവിൻ്റെ ചോദ്യം കേൾക്കെ നിറമിഴികളോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇന്ദു. ആ നിഷ്കളങ്കമായ നോട്ടം കണ്ട് അവൻ്റെ ഉള്ളം ആർദ്രമായി. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഞാൻ. വേറൊരു പെണ്ണിൻ്റെ ചൂട് തേടി പോവുകയുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ നെറുകയിൽ ഒരു മുത്തം നൽകി വിഷ്ണു. ശേഷം കവിളുകളിലും. അവളുടെ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ ഉപ്പുരസം നാവിൽ നുണയവേ വല്ലാത്ത ലഹരിയിലേക്കാണ്ടു വിഷ്ണു. പതിയെ അവരുടെ അധരങ്ങൾ പരസ്പരം ചേർന്നു. അല്പസമയം നീണ്ടുനിന്ന ചുംബനത്തിനൊടുവിൽ കിതപ്പോടെ മുഖം മാറ്റി ഇന്ദു. ദൈവമേ, ഇപ്പോൾ ശ്വാസം മുട്ടി ചത്തേനെ ഞാൻ. കിതച്ചുകൊണ്ട് അവൾ മറുപടി പറയുമ്പോൾ പുഞ്ചിരിച്ചു വിഷ്ണു. ശേഷം ഇന്ദുവിനെ പിടിച്ച് ബെഡിലേക്കുരുത്തി. ഒപ്പം ഇരുന്നു അവൻ. എടോ, അമ്മ വേറൊരു കല്യാണത്തെപ്പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അപ്പോൾ ആലോചിച്ചത് മറ്റൊന്നിനെ പറ്റിയാണ്. ഒന്ന് നിർത്തി ഇന്ദുവിൻ്റെ മുഖത്തേക്ക് അല്പസമയം നോക്കിയ വിഷ്ണു. അവളിൽ ജിജ്ഞാസ വർദ്ധിക്കുന്നത് കാണുക ചെറുപുഞ്ചിരിയോടെ തന്നെ ബാക്കി പറഞ്ഞു അവൻ. പൊന്നുപോലെ വളർത്താനും സ്നേഹിക്കാനും നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? പെറ്റമ്മയായില്ലേലും പോറ്റമ്മയാകുവാൻ കഴിയില്ലേ നിനക്ക്? ആ വാക്കുകൾ അവിശ്വസനീയമായി തോന്നവേ വിഷ്ണുവിൻ്റെ മിഴികളിലേക്ക് തന്നെ നോക്കിയിരുന്നു ഇന്ദു. നാളുകൾക്ക് മുന്നേ തന്നെ അങ്ങനെ ഒരാഗ്രഹം അവളുടെ ഉള്ളിൽ തോന്നിയതാണ്. എന്നാൽ വിഷ്ണുവിൻ്റെ പ്രതികരണം എന്താകും എന്ന ഭയത്താൽ അവളത് ഉള്ളിൽ ഒതുക്കിയിരുന്നു. ഇപ്പോൾ അവൻ തന്നെ ചോദിക്കുമ്പോൾ സന്തോഷത്താൽ മറുപടി പറയുവാൻ കഴിയാതെ ഒരു നിമിഷം കുഴഞ്ഞു ഇന്ദു. എന്താടോ, സമ്മതമല്ലേ നിനക്ക്? സമ്മതമല്ലേൽ വിട്ടേക്ക്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടരാം. ഫലം കാണാതിരിക്കില്ല. സമ്മതമാണേട്ടാ, 100 വട്ടം സമ്മതമാണ്. പലപ്പോഴും ഈ കാര്യം അങ്ങോട്ട് പറയണമെന്ന് കരുതിയതാണ് ഞാൻ. പക്ഷേ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പേടിച്ച് പറയാതിരുന്നതാണ്. ഇപ്പോൾ കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ മാറിലേക്ക് ചഞ്ഞ ഇന്ദുവിനെ വാരി പുണർന്നു വിഷ്ണു. അവൻ്റെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. ഞാനൊരു ഓർഫനേജിൽ തിരക്കിയിരുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ നിയമപരമായി കുറച്ച് നൂലാമാലകളുണ്ട്. നമ്മുടെ പേരിൽ വസ്തുക്കൾ എന്തേലും വേണം. അതാണൊരു പ്രശ്നം. അത് കേൾക്കെ ഇന്ദുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു. അതിനിപ്പോൾ എന്തു ചെയ്യും ഏട്ടാ? പെട്ടെന്നിപ്പോൾ വസ്തു വാങ്ങാൻ എങ്ങനെ? ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? സംശയത്തോടെ തന്നെ നോക്കുന്ന ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു വിഷ്ണു. അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? ഏത് സമയവും കുത്തുവാക്കുകൾ മാത്രം പറയുന്ന അമ്മ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തരുന്നു തോന്നുന്നുണ്ടോ? മാത്രമല്ല, ഇതിപ്പോൾ കുഞ്ഞിനെ ദത്തെടുക്കാൻ കൂടിയാണ്. ഈ കാര്യം അറിയുമ്പോൾ തന്നെ അമ്മ പ്രശ്നം ഉണ്ടാക്കും, അതുറപ്പ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ വീടും വസ്തുവും അനിയത്തിക്ക് നൽകണമെന്ന് മുൻപെപ്പോഴോ അമ്മ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ മറുപടി ഇന്ദുവിൻ്റെ മുഖത്ത് വീണ്ടും നോവ് നിറച്ചു. ഇനിയിപ്പോൾ എന്തു ചെയ്യൂ ഏട്ടാ? അപ്പോൾ ആ ഭാഗ്യവും നമുക്ക് ഇല്ലാണ്ട് പോയല്ലോ. വേദനയോടെ അവൾ പറയുമ്പോൾ പതിയെ തന്നോട് ചേർത്ത് തലോടി വിഷ്ണു. വിഷമിക്കേണ്ട, ഞാൻ എന്തേലും ഒരു വഴി കാണാം. ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ ഭഗവാനെ. മിഴികൾ വീണ്ടും തുളുമ്പവേ വിഷ്ണുവിൻ്റെ മാറോട് പറ്റിച്ചേർന്ന് നിന്നു അവൾ. ആ ദിവസം പതിയെ അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് പ്രാതലിനായി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു കവർ വിഷ്ണു ശ്രദ്ധിച്ചത്. എന്തോ ഡോക്യുമെൻ്റാണ് ഉള്ളിൽ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായതോടെ അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. ഇന്ദു, ഇതെന്താ ഈ ടേബിളിൽ ഇരിക്കുന്നേ? ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് എന്തെങ്കിലും ആണോ? ഇതൊക്കെ ഇവിടെയാണോ വയ്ക്കുന്നേ? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് അടുക്കളയിൽ നിന്നും വന്ന ഇന്ദുവും ആ കവർ കണ്ട് സംശയത്തോടെ നോക്കി. ഏട്ടാ, ഇത് ഞാൻ കൊണ്ടുവച്ചതല്ല. ഒരുപക്ഷെ അമ്മയെങ്ങാൻ വെച്ചതാകും. ഏട്ടൻ അമ്മയോടൊന്ന് ചോദിക്കേ. അവൾ മറുപടി പറയുമ്പോൾ ശാരദ പതിയെ മുറുക്കി പുറത്തു വന്നിരുന്നു. അത് ഞാൻ തന്നെ കൊണ്ടുവച്ചതാണ്, നിങ്ങൾക്കായിട്ട്. എടുത്തു നോക്ക്. വന്നപാടെ അവർ പറയുമ്പോൾ വിഷ്ണുവും ഇന്ദുവും പരസ്പരം മുഖാമുഖം നോക്കി. എന്താ അമ്മേ, എന്താ? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചു ശാരദ. നീ തുറന്നു നോക്കാദ്യം. അവരുടെ മറുപടി കേട്ട് പതിയെ ആ കവർ കയ്യിലെടുത്ത് തുറന്നു നോക്കി അവൻ. അതൊരു പ്രമാണമായിരുന്നു. പതിയെ വായിക്കവേ വിഷ്ണുവിൻ്റെ മിഴികൾ വിടർന്നു. ഒപ്പം ഒരു സംശയഭാവം അവൻ്റെ മുഖത്ത് പ്രകടമായി. അമ്മേ, ഇത് ഈ വീടിൻ്റെയും വസ്തുവിൻ്റെയും പ്രമാണമല്ലേ? ഇതെന്താ ഇവിടെ ഞങ്ങൾക്ക്? സംശയത്തോടെയുള്ള അവൻ്റെ നോട്ടം കണ്ട് പതിയെ അരികിലേക്ക് ചെന്നിരുന്നു ശാരദ. ഇത് നിൻ്റെ പേരിലേക്ക് മാറ്റിയാൽ പിന്നെ കുഞ്ഞിനെ ദത്തെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ മോനെ? വീടും ചുറ്റുമുള്ള വസ്തുക്കളും കൂടി ഏകദേശം 35 സെൻറ്റോളം ഉണ്ട്. അത്രയും പോരെ? അപ്രതീക്ഷിതമായ ആ ചോദ്യം കേട്ട് വിഷ്ണു ചെറുതായൊന്ന് നടുങ്ങവേ കേട്ടത് വിശ്വസിക്കുവാൻ കഴിയാതെ തുറിച്ചു നോക്കി നിന്നു ഇന്ദു. അവളുടെ നോട്ടം കണ്ടിട്ട് പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നു ശാരദ. ഞാൻ നിന്നെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ എനിക്ക് ദണ്ണം വരുമ്പോൾ പറഞ്ഞു പോണതാണ് എന്നു കരുതി ഇങ്ങനൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും അതിനെതിരെ നിൽക്കില്ല. കാരണം ഒരു കുഞ്ഞില്ലാത്ത നിൻ്റെ വിഷമം ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മോൾ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ യാദൃശ്ചികമായി മുറിയിൽ നിന്നും നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ മുതൽ എന്തോ മനസ്സിനൊരു അസ്വസ്ഥത. അന്നേരം തന്നെ എടുത്തു വെച്ചിരുന്നതാണ് അമ്മ. കൺമുന്നിൽ നടക്കുന്നത്
സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും മനസ്സിലാകാതെ നിന്നു ഇന്ദു. അമ്മേ, എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. സന്തോഷത്തിൽ എഴുന്നേറ്റ് ശാരദയുടെ മുന്നിലേക്ക് ചെന്നു വിഷ്ണു. അപ്പോഴാണ് ഇന്ദുവും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിയത്. അമ്മേ, അവളുടെ മിഴികൾ തുളുമ്പുമ്പോൾ പതിയെ അവളുടെ നെറുകയിൽ തലോടി ശാരദ. അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞു വന്നാലും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടരണം. 2 കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കുവാനുള്ള സ്ഥലമൊക്കെയുണ്ട് ഈ വീട്ടിൽ. ആ വാക്കുകൾ കേട്ട് വിഷ്ണുവിൻ്റെയും മിഴികൾ തുളുമ്പി. ഇത് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല അമ്മേ. എന്തായാലും അമ്മ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് മുടക്കില്ല ഞങ്ങൾ. അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച് പതിയെ അടുക്കളയിലേക്ക് നടന്ന ശാരദ വീണ്ടും ഒന്ന് നിന്നു. പിന്നെ ഓർഫനേജിലേക്ക് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണേ. നിങ്ങൾ കണ്ടെത്തുന്ന തങ്കക്കുടത്തിനെ അന്നേരം തന്നെ എനിക്കുമൊന്ന് കാണണം. ആ വാക്കുകൾ കേട്ട് സന്തോഷത്താൽ അവർക്കരികിലേക്ക് ഓടിയെത്തി ഇന്ദു. അമ്മയെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ എനിക്കും ഉണ്ടായിരുന്നു. അമ്മ എന്നോടും ക്ഷമിക്കണം. തൊഴുകൈയോടെ അവൾ നിൽക്കുമ്പോൾ ശാരദയും മിഴുനീർ പൊഴിച്ചു. ശേഷം പതിയെ അവളെ ചേർത്ത് തലോടി. അത് കണ്ടിട്ട് വിഷ്ണുവിൻ്റെ ഉള്ളവും സന്തോഷത്താൽ നിറഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.